ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ജംസ്റ്റോൺ ജീനിയസ് PSC ടോക്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ വരുന്ന ഇഡിയംസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് ഇഡിയംസ്? നമ്മൾ മലയാളത്തിൽ ശൈലികൾ അല്ലെങ്കിൽ ഭാഷാപ്രയോഗങ്ങൾ എന്ന് പറയാറില്ലേ? ഉദാഹരണത്തിന് കയ്യാലപ്പുറത്തെ തേങ്ങ, മുറ്റത്തെ മുലയ്ക്ക് മണമില്ല, അങ്ങനെ പല ശൈലികൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ശൈലികളെയാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ PSCയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് LDC എക്സാംസ്, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് എക്സാംസ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം PSC എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇഡിയംസ്. സോ PSC എപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കുറച്ച് ഇഡിയംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇഡിയം നോക്കാം. റെഡ് ലെറ്റർ ഡേ, അതായത് ചുവന്ന അക്ഷരമുള്ള ദിവസം. അതിൻ്റെ മീനിങ് നോക്കാം. ഹാപ്പി ഓർ ഇമ്പോർട്ടൻറ്റ് ഓർ മെമ്മറബിൾ ഡേ, അതായത് സന്തോഷമുള്ള, പ്രധാനപ്പെട്ട, മറക്കാനാവാത്ത ദിവസം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം? അതായത് ഈ റെഡ് ലെറ്റർ ഡേ, ചുവന്ന അക്ഷരമുള്ള ദിവസം, ഈ കലണ്ടർ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ ഈ ചുവന്ന അക്ഷരത്തിലുള്ള ദിവസങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഹോളിഡേയ്സ് ആയിരിക്കും, സെക്കൻഡ് സാറ്റർഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൺഡേയ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് സന്തോഷമുള്ള ദിവസങ്ങളല്ലേ? അതായത് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകണ്ട, സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഇഡിയംസ് ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആ ഇഡിയത്തിൻ്റെ കറക്റ്റ് മീനിങ് വെച്ച് പഠിക്കരുത്, എപ്പോഴും ആശയം എടുത്ത് പഠിക്കണം. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ PSC പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ പല ഓപ്ഷനായിരിക്കും തരിക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇഡിയം റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന ഇഡിയം തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഹാപ്പി ഓർ ഇമ്പോർട്ടൻറ്റ് ഓർ മെമ്മറബിൾ ഡേ, അതായത് ഹാപ്പി ഒന്നല്ലെങ്കിൽ ഹാപ്പി ഡേ എന്നായിരിക്കും ഇവർ തരിക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡേ എന്ന് തരും, മെമ്മറബിൾ ഡേ എന്ന് തരും. അപ്പോൾ നമ്മൾ ഈ റെഡ് ലെറ്റർ ഡേ മീനിങ് ഹാപ്പി ഡേ എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രണ്ട് ഓപ്ഷൻ വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഡിയം പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് മീനിങ് പഠിക്കരുത്, ആശയം എടുത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, പൂച്ചയും പട്ടിയൊക്കെ മഴയായി പെയ്യുക. അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി, ശക്തമായ മഴ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം, കാരണം ഇഡിയത്തിലും റെയിൻ ഉണ്ട്, മീനിങ്ങിലും റെയിൻ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് ഈ ചെറിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയൊക്കെ നിലത്ത് വീഴുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ പട്ടിയും പൂച്ചയൊക്കെ നിലത്ത് വീഴാൻ പാകത്തിന് അത്രയും ശക്തമായ മഴ പെയ്യുക, അതാണ് ആ ഇഡിയം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്മെൽ എ റാറ്റ്, അതായത് എലിയെ മണക്കുക. അതിൻ്റെ മീനിങ് സംതിങ് സസ്പീഷ്യസ്, അതായത് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തോ ഒന്ന്, ഇത് സംശയാസ്പദമായ എന്തോ ഒരു കാര്യം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്മെൽ എ റാറ്റ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യാം. അതായത് നമ്മൾ പറയില്ലേ, എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ മലയാളത്തിൽ പറയില്ലേ? അത് നമ്മൾ എന്തിനാ പറയുക? അതായത് എന്തോ ഒരു സംശയമുള്ള കാര്യം ഉണ്ടാകുമ്പോഴായിരിക്കില്ല നമ്മൾ അങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് വൺ, ഓൺ തിൻ ഐസ്. അതിൻ്റെ മീനിങ് എന്താണ്? വെരി റിസ്കി സിറ്റുവേഷൻ. തിൻ ഐസ് എന്ന് വെച്ചാൽ എന്താ? നേർത്ത ഐസ് കട്ട. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒരു നേർത്ത ഐസ് കട്ടയുടെ മുകളിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കേ, അത് ഭയങ്കര റിസ്കി സിറ്റുവേഷൻ ആണല്ലേ? കാരണം എന്താണ്? ഈ ഐസ് കട്ട എപ്പോൾ വേണമെങ്കിലും ഉരുകും. അങ്ങനെ ഉരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് ഡേഞ്ചർ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു റിസ്കി സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ തിൻ ഐസ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്രോക്കഡൈൽ ടിയേഴ്സ്, ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ആ ഒരു ഇഡിയത്തിൽ തന്നെ അതിൻ്റെ കറക്റ്റ് മീനിങ് ഉണ്ട്. ക്രോക്കഡൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതല, ടിയേഴ്സ് കണ്ണീർ, മുതല കണ്ണുനീർ, അതായത് ഫേക്ക് ടിയേഴ്സ് അല്ലെങ്കിൽ ഫോൾസ് ടിയേഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ്, കള്ളക്കരച്ചിൽ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പം നമ്മൾ ഈ മരണം നടന്ന വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അതുവരെ ആ ആളെ നമ്മൾ റോഡിൽ വെച്ച് കണ്ടാൽ പോലും കണ്ട പരിചയം അല്ലെങ്കിൽ കണ്ട ഭാവം നമ്മൾ നടിക്കില്ല. പക്ഷേ പെട്ടെന്ന് അയാളൊന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും. അതെന്തിനാ? അത്രയും ക്രൗഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അത്രയും ആൾക്കാർ ഉണ്ടാകുമ്പോൾ അവരെ കാണിക്കാനായിട്ട് നമ്മൾ കരയല്ലേ? അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയില്ലേ, ദേ അവൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇപ്പം ദേ മുതലക്കണ്ണീർ ഒഴുക്കുക, അങ്ങനെ പറയില്ലേ?
അതിനെയാണ് ഈ ക്രൊക്കഡൈൽ ടീയേഴ്സ് എന്ന് പറയുന്നത്. അതായത് സിൻസിയർ അല്ലാത്ത, സത്യസന്ധത ഇല്ലാത്ത കരച്ചിൽ, കള്ളക്കരച്ചിൽ. ഓക്കെ. നെക്സ്റ്റ് റിങ് എ ബെൽ, അതായത് സൗണ്ട് ഫെമിലിയർ, അതായത് സൗണ്ട് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട്, അതായത് ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദം, അതിനെ സൂചിപ്പിക്കാനാണ് ഈ റിങ് എ ബെൽ എന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം ഇറ്റ് റിങ്സ് എ ബെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറയില്ലേ എവിടെയോ കേട്ട് പരിചയം പോലെ, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിന്നെ ഈ പേര് സീന, ഈ പേര് എവിടെയോ കേട്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് റിങ്സ് എ ബെൽ, ബെല്ലടിക്കുക, അതായത് കത്തുന്നുണ്ടോ, ഈ ശബ്ദം എൻ്റെ മുഖം കണ്ടു പരിചയമുണ്ടോ, എൻ്റെ ശബ്ദം കേട്ട് പരിചയമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഇറ്റ് റിങ്സ് എ ബെൽ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഔട്ട് ഓഫ് ദി ബ്ലൂ. ഇത് നമുക്ക് ഈ ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് സ്കൈ ആയിട്ട് എടുക്കാം. ആകാശത്തിൻ്റെ കളർ എന്താ, നീലയായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, സംതിങ് അൺഎക്സ്പെക്റ്റഡ്, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുമ്പോഴാണ് നമ്മൾ, അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, അതായത് ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ ആകാശമായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആകാശത്തിൻ്റെ കളർ എപ്പോഴും നീലയായിരിക്കുമല്ലോ. അപ്പോൾ ആകാശത്തുനിന്ന് എടുത്തി പോലെ ആ ന്യൂസ് എൻ്റെ മുന്നിൽ വന്നു, അല്ലെങ്കിൽ ആ ന്യൂസ് എൻ്റെ കാതിൽ വന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അത് നമ്മൾ എന്തിനാണ് പറയുക, എപ്പോഴായിരിക്കും നമ്മളത് പറയുക, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം നടക്കുമ്പോഴായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്, അതായത് പൂച്ചയെ പുറത്ത് വിടുക. അതിൻ്റെ മീനിങ് എന്താണ്, റിവീൽ എ സീക്രട്ട്, അതായത് രഹസ്യം പരസ്യമാവുക. ഇപ്പം നമ്മൾ പറയില്ലേ, അതായത് ഈ പൂച്ച എന്ന് പറയുമ്പോൾ എപ്പോഴും രഹസ്യ സ്വഭാവമുള്ള ഒരു ജീവിയാണ് അല്ലേ. അതായത് പമ്മിയാണ് പൂച്ച, എപ്പോഴും പമ്മിയായിരിക്കും അല്ലേ ഇരിക്കുക. അതായത് പൂച്ചയ്ക്ക് ഭയങ്കര കള്ളത്തരായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ സാധാരണയായിട്ടൊക്കെ പറയാറുണ്ട്, അവൻ്റെ പൂച്ച പുറത്ത് ചാടി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതെന്തിനാണ് നമ്മൾ പറയുക, അതായത് എന്തെങ്കിലും ഒരു രഹസ്യം ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും, പെട്ടെന്ന് അത് പരസ്യമാകുമ്പോഴായിരിക്കും നമ്മൾ പറയുക അവൻ്റെ പൂച്ച പുറത്ത് ചാടിയെന്ന്. അപ്പോൾ രഹസ്യം പരസ്യമാവുക, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇടിയാൻ നോക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതിൻ്റെ മീനിങ് എന്താണ്, റെയർലി, വല്ലപ്പോഴും ഒരിക്കൽ അല്ലേ. അതായത് നമ്മൾ ആകാശത്ത് ചന്ദ്രനെ കാണാറില്ലേ, പക്ഷെ നമ്മൾ ബ്ലൂ കളറിലുള്ള മൂണിനെ കാണാറുണ്ടോ, ഇല്ലല്ലേ. ഇനി അതോ കാണുന്നുണ്ടെങ്കിൽ തന്നെ വളരെ റെയർ ആയിരിക്കും, വല്ലപ്പോഴും ആയിരിക്കും അല്ലേ. അതായത് ആകാശത്ത് എന്തെങ്കിലും പ്രത്യേക പ്രതിഭാസം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബ്ലൂ മൂണിനെ കാണുന്നുണ്ടാവുക. അപ്പോൾ അത് വല്ലപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസമാണ് അല്ലേ, അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭം വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഇടിയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗ്രീൻ ഐഡ്, അതെന്താണ്, വെരി ജലസ് എന്ന് വെച്ചാൽ അസൂയുള്ള. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി ട്രൈസ് ടു ഹൈഡ് ദി ഗ്രീൻ ഐഡ് മോൺസ്റ്റർ വെൻ ഹിസ് ഫ്രണ്ട് ഗോട്ട് ദി പ്രൊമോഷൻ, അതായത് തൻ്റെ സുഹൃത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ പച്ചക്കണ്ണുള്ള രാക്ഷസനെ മറയ്ക്കാൻ അവൻ ശ്രമിക്കുന്നു. അതായത് ജലസി പേഴ്സണെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഈ ഇഡിയം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വളരെ എത്ര അസൂയുള്ള ആളാണെങ്കിലും ചില സമയത്ത് നമ്മൾ ഫ്രണ്ടിന് ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഉള്ളിൽ അസൂയ ഉണ്ടാവും, പക്ഷെ നമ്മളത് പുറത്ത് കാണിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഇടിയാണ് ഈ ഗ്രീൻ ഐഡ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് വൈറ്റ് എലഫൻറ്റ്, അതായത് വെരി കോസ്റ്റ്ലി ബട്ട് യൂസ്ലെസ്, ഇത് വളരെ ചിലവേറിയതാണ് പക്ഷെ എന്നാൽ അതിനൊരു മൂല്യമില്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വെള്ളാന എന്ന് പറയുന്ന പ്രയോഗം എന്തിനാണ് സൂചിപ്പിക്കുന്നത്, അതായത് വെള്ളാനകൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളാനകളുണ്ടോ, ഇല്ലല്ലേ. കാരണം നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും രാജാക്കന്മാരുടെ കാലത്തൊക്കെ വൈറ്റ് എലിഫൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ജീവിയാണ് വൈറ്റ് എലിഫൻ്റ് എന്ന് പറയുന്നത്, വെള്ളാന. കാരണം അതിന് പരിപാലന ചിലവൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇഡിയം വെച്ചിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദരിദ്രന് ഒരു കാർ ഒരു വെള്ളാനയാണെന്ന് പറഞ്ഞാൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്, അതായത് വളരെ പരിമിതമായ വരുമാനമുള്ള ഒരാൾക്ക് ഒരു കാർ സ്വന്തമാക്കുക എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതയായിരിക്കും അല്ലേ. അപ്പോൾ അതന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ട് ഒരു ആൾക്ക് എന്താണ് ആവശ്യം, ആൾക്ക് അന്നത്തേക്കുള്ള വരുമാനം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ഉണ്ടാവും അല്ലേ. അതായത് ആൾക്ക് ഫുഡാണ് മെയിനായിട്ട് വേണ്ടത്, ജീവിക്കാനുള്ള അവശ്യ വസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അല്ലാതെ ആഡംബരത്തിനുള്ള കാര്യങ്ങളല്ല വേണ്ടത്. അപ്പോൾ ഒരു കാറ് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു അനാവശ്യ കാര്യമാണ്, അത് യൂസ്ലെസ് തിങ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.
സോ നെക്സ്റ്റ് നോക്കാം, ക്യാരി ദി ഡേ, അതായത് ദിവസം കൊണ്ടുപോവുക. എന്താണ് അതിൻ്റെ മീനിങ്? വിൻ എ വിക്ടറി ഓർ സക്സസ്ഫുൾ, അതായത് എന്തെങ്കിലും ഒരു വിക്ടറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ക്യാരി ദി ഡേ, ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ, ഇപ്പോൾ ഒരു സ്പോർട്സിലായാലും നമ്മളിപ്പോൾ എന്ത് ഇതിലായാലും ഒരു ടീം ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ ഇത് അവരുടെ ദിവസമാണ്, അല്ലെങ്കിൽ അത് അവർ തൂക്കി, അല്ലെങ്കിൽ ഈ ദിവസം അവർ കൊണ്ടുപോയി എന്ന് പറയില്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു വിന്നിങ് ടീം അല്ലെങ്കിൽ ഒരു വിക്ടറി, അതിനെ സൂചിപ്പിക്കാനാണ് ക്യാരി ദി ഡേ എന്ന് പറയുന്ന ഇടിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്നേക്ക് ഇൻ ദി ഗ്രാസ്, അതായത് പുല്ലിലെ പാമ്പ്. അതിൻ്റെ മീനിങ് എന്താണ്? ഹിഡൻ എനിമി, ഒളിച്ചിരിക്കുന്ന ശത്രു അല്ലേ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ ഒരു പാമ്പ് ഒളിച്ചിരുന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. പാമ്പ് വന്ന് നമ്മൾ പുല്ലിൻ്റെ ഇടയിൽ, നമ്മളിപ്പോൾ പുല്ലുള്ള ഒരു വഴി കൂടെ നടന്നു പോകണം, പുല്ലിൻ്റെ ഇടയിൽ ഒരു പാമ്പുണ്ട്, അത് നമ്മളെ വന്ന് കൊത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു ഹിഡൻ എനിമിയാണ് അല്ലേ. അപ്പോൾ ഹിഡൻ എനിമി അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയുന്ന ഇടിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഗ്രീൻ ഹോൺ, അതായത് പച്ചക്കൊമ്പ്. അതിൻ്റെ മീനിങ് എന്താണ്? ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് അൺട്രെയിൻഡ് പേഴ്സൺ, അതായത് നമ്മൾ പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ പരിശീലനമില്ലാത്ത, അനുഭവ പരിചയമില്ലാത്ത ഒരാളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഗ്രീൻ ഹോൺ എന്ന് പറയുന്ന പ്രയോഗം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഇപ്പോൾ ഈ ഗ്രീൻ ഹോൺ എന്ന് വെച്ചാൽ എന്താ? കൊമ്പ്, പച്ചക്കൊമ്പ്. അതായത് സാധാരണ നമ്മൾ മൃഗങ്ങളിലൊക്കെ ഏത് കളറിലാണ് കൊമ്പ് കാണാറുള്ളത്? ഒന്നല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ പച്ചക്കൊമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺട്രെയിൻഡ് ആയിട്ടുള്ള കാര്യം സൂചിപ്പിക്കുന്നതിനാണ് ഈ പച്ചക്കൊമ്പ് എന്ന് പറയുന്നത്. കാരണം വളരെ ഇതായിട്ടുള്ള ജീവികളിലൊക്കെ നമ്മളെപ്പോഴും ആ കളറിലായിരിക്കും കൊമ്പ് കാണാം, ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലേ. പിന്നെ നമ്മൾ ചില സന്ദർഭമൊക്കെ പറയുമ്പോൾ പറയില്ലേ, നീയൊക്കെ മുളച്ച് പൊന്തിയിട്ടല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയില്ലേ. അതായത് നീ ഇപ്പം മുളച്ച് പൊന്തിയിട്ടേ ഉള്ളൂ, അപ്പോൾ ഇനി നിനക്ക് ഒരുപാടുണ്ട്, നീ ഇപ്പോഴും ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെങ്കിൽ അൺട്രെയിൻഡ് ആണ്, നീ ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. അതിനെ യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്രീൻ ഹോൺ എന്ന് പറയുന്ന ഇഡിയം. ഓക്കെ, സോ നെക്സ്റ്റ് ഈറ്റ് ലൈക്ക് എ ഹോഴ്സ്, കുതിരയെ പോലെ തിന്നുക അല്ലേ. അതിൻ്റെ മീനിങ് എന്താണ്? ഈറ്റ് എ ലോട്ട്, അതായത് ഒരുപാട് കഴിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഈ കുതിരയുടെ ഒക്കെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് കുതിരയുടെ വായ ഭയങ്കര വലുതാണല്ലേ. കുതിര ഒരുപാട് ഫുഡ് കഴിക്കും, ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ കുതിരേനെയൊക്കെ വളർത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസുള്ള ഒരു കാര്യമാണ്. അതായത് അവർക്ക് ധാരാളം ഫുഡ് വേണം. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ കുതിര അത്രയും കഴിക്കും, അപ്പോൾ അത്രയും നന്നായി. അതായത് ധാരാളം കഴിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കാനാണ് ഈറ്റ് ലൈക്ക് എ ഹോഴ്സ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സിറ്റ് ഓൺ ദി ഫെൻസ്, അതായത് വേലിയിലിരിക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? അൺഡിസൈഡഡ്, അതായത് തീരുമാനിച്ചിട്ടില്ല. അതായത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ പറ്റി പറയാനാണ് നമ്മൾ ഈ സിറ്റിംഗ് ഓൺ ദി ഫെൻസ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയില്ലേ, അതായത് ഈ സിറ്റിംഗ് ഓൺ ദി ഫെൻസ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഫെൻസ് എന്ന് വെച്ചാൽ വേലിയിലിരിക്കുക അല്ലേ. അപ്പോൾ ഇപ്പോഴും ഒരാൾ വേലി തന്നെ ഇരുന്നുകൊണ്ടിരിക്കുക, അതായത് വേലി തന്നെയാണ് ഇപ്പോഴും അവ ഇരിക്കുന്നത്. ആ വേലിക്ക് അപ്പുറത്തേക്ക് പോകണോ ഇപ്പുറത്തേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അങ്ങനെ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ഹാസ് ബീൻ സിറ്റിംഗ് ഓൺ ദി ഫെൻസ് അബൌട്ട് വിച്ച് കോളേജ് ടു അറ്റൻഡ് ബട്ട് ഹി നീഡ്സ് ടു മേക്ക് എ ഡിസിഷൻ സൂൺ. അതായത് ഏത് കോളേജിൽ ചേരണമെന്നതിനെ കുറിച്ച് അവൻ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്, പക്ഷേ അവന് ഉടൻ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി പറയാനാണ് ഈ സിറ്റ് ഓൺ ദി ഫെൻസ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം മെനി വോട്ടേഴ്സ് ആർ സ്റ്റിൽ ഓൺ ദി ഫെൻസ് അബൌട്ട് ഹൂ ടു വോട്ട് ഫോർ. അതായത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പല വോട്ടർമാരും ഇപ്പോഴും ആശങ്കയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ സിറ്റ് ഓൺ ദി ഫെൻസ് എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡാർക്ക് ഹോഴ്സ്, അതായത് കറുത്ത കുതിര. അതിൻ്റെ മീനിങ് എന്താണ്? അൺഎക്സ്പെക്റ്റഡ് വിന്നർ അല്ലേ. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയി അല്ലേ. അപ്പോൾ ഈ ഇഡിയം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വളരെ സൈലൻ്റായിട്ട് ഇരിക്കുക, അതായത് വളരെ സൈലൻ്റ് ആയിരിക്കും അവർ, പക്ഷെ പെട്ടെന്നായിരിക്കും വിന്നറായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ നമ്മൾ ഈ ഡാർക്ക് ഹോഴ്സ് അല്ലെങ്കിൽ പച്ചക്കുതിരകളായി അങ്ങനെയുള്ള പ്രയോഗം ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. കാരണം ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ
ആ തുടക്കത്തിലൊക്കെ ഭയങ്കര മോശം പ്രകടനമായിരിക്കും ഒരു കാഴ്ച വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആ ടീമായിരിക്കും വിൻ ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടീം പെട്ടെന്ന്, അതായത് അവസാനത്തെ ഇത് വരുമ്പോൾ അവരായിരിക്കും വിജയികളായിട്ട് മാറുക. അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് വിന്നർ അങ്ങനെയുള്ളവരെ സൂചിപ്പിക്കാനാണ് ഈ ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്ന ഇടിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ക്ലാസ്സിലൊക്കെ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പിള്ളേർ അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ അവരുടെ കഴിവുകളൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല. പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ട് ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പാടുമ്പോഴായിരിക്കും ഇവർ ഇത്ര നന്നായിട്ട് പാടുമോ, അല്ലെങ്കിൽ ഇവർ പാട്ടുകാരായിരുന്നു എന്നൊക്കെ നമ്മളറിയാം അല്ലേ. അതുവരെ ഒന്നും മിണ്ടാത്തൊരു മിണ്ടാപ്പൂച്ചനെ പോലെ ഇരുന്നിരുന്ന കുട്ടി, മിണ്ടാപ്പൂച്ച കലോടക്കി അങ്ങനെയൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിന്നേഴ്സ്, അവരെ സൂചിപ്പിക്കാനാണ് ഈ ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇഡിയം നോക്കാം. ഹെയർ ഇൻ ദി ബട്ടർ, വെണ്ണയിൽ മുടി. അതിൻ്റെ മീനിങ് എന്താണ്? വെരി ചാലഞ്ചിങ് ടാസ്ക്, അതായത് വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം. അതായത് വെണ്ണയിൽ തലമുടി പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഒട്ടിപ്പിടിച്ച് വേർതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫുൾ ഓഫ് ബീൻസ്. ബീൻസ് എന്ന് വെച്ചാൽ പയർ. അതിൻ്റെ മീനിങ് എന്താണ്? വെരി എനർജറ്റിക് ആൻഡ് ആക്റ്റീവ്. അതായത് ഇപ്പം നമ്മൾ പറയാറില്ലേ, 80 വയസ്സായിട്ട് ആ അമ്മൂമ്മേനെ കണ്ടില്ലേ പയറുമണി പോലെ നടക്കുന്നതെന്ന് പറയില്ലേ. അതായത് അത്രയും പ്രായമായിട്ടും വെരി എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഫുൾ ഓഫ് ബീൻസ് എന്ന് പറയുന്ന ഇടിയം യൂസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദി സോൾട്ട് ഓഫ് ദി എർത്ത്. അതിൻ്റെ മീനിങ് എന്താണ്? വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ. അതായത് ഈ സോൾട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പ്യൂരിറ്റി ആണ് അല്ലേ. ഉപ്പ് വിശുദ്ധിയുടെ പ്രതീകമാണ്. നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മൾ പറയില്ലേ വൈറ്റ് പേഴ്സണാലിറ്റി എന്ന്. അതെങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വൈറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്? കാമായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ഗുഡ് പേഴ്സൺസിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺസിനെ പറയുന്നതാണ് ഈ ദി സോൾട്ട് ഓഫ് ദി എർത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഡച്ച് കറേജ്, അതായത് ഫോൾസ് കറേജ്. നമ്മളിപ്പോൾ ഈ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഈ കള്ള് കുടിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ധൈര്യമായിരിക്കുമല്ലേ. അത് അപ്പോഴത്തെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഫോൾസ് കറേജ് അക്വേർഡ് ആഫ്റ്റർ ഡ്രിങ്കിങ് ആൽക്കഹോൾ. അതായത് ആൽക്കഹോൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ധൈര്യം. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഡൗൺ ഇൻ ദി മൗത്ത്. അതിൻ്റെ മീനിങ് എന്താണ്? ടു ബി ഡിപ്രസ്ഡ് ഓർ അൺഹാപ്പി. അതായത് സാഡ് ആയിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിക്കുന്ന ഇഡിയമാണ് ഡൗൺ ഇൻ ദി മൗത്ത്. ഇതിപ്പോൾ നമുക്ക് നമ്മൾ ഭയങ്കര സാഡായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? ഈ ഫേസ് താഴ്ത്തി വെച്ചിരിക്കില്ലേ, ഈ താടിയുടെ ഭാഗം നമ്മളിങ്ങനെ താഴ്ത്തി വെച്ച്, വായും താടിയുടെ ഭാഗവും താഴ്ത്തി വെച്ച് ഇങ്ങനെ ഇരിക്കില്ലേ താഴോട്ട് നോക്കിയിട്ട്, അത് സാഡാണെന്ന് സൂചിപ്പിക്കാനല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കില്ലേ, മീന ആർ യു ഓക്കെ, യു ലുക്ക് എ ബിറ്റ് ഡൗൺ ഇൻ ദി മൗത്ത് എന്ന് ചോദിക്കില്ലേ. അതായത് നീ ഓക്കെ ആണോ, ഭയങ്കര സാഡായിട്ട് തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ ചോദിക്കില്ലേ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ചീക്ക് ബൈ ജോൾ. അതായത് ചീക്ക് ബൈ ജോൾ എന്ന് വെച്ചാൽ കവിളും താടിയും. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ വളരെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പാർട്സ് ആണല്ലേ ഈ ചീക്കും ജോളും. അതായത് കവിളും താടിയും വളരെ അടുത്തുള്ള പാർട്സ് അല്ലേ, 2 പാർട്സ് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഇതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ചീക്ക് ബൈ ജോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ പറയില്ലേ അവരെ കണ്ടില്ലേ അടയും ചക്കരയും പോലെയാണ്. അതിൻ്റെ മീനിങ് എന്താ? ദേ ആർ വെരി ക്ലോസ് ടുഗദർ അല്ലേ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് 40 വിങ്സ്. വിങ്സ് എന്ന് വെച്ചാൽ കണ്ണ് ചിമ്മുക അല്ലെങ്കിൽ കണ്ണടയ്ക്കുക. 40 വിങ്സ് എന്ന് വെച്ചാൽ 40 വട്ടം കണ്ണ് ചിമ്മുക അല്ലെങ്കിൽ 40 വട്ടം കണ്ണടയ്ക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? ടു ടേക്ക് എ ഷോർട്ട് നാപ്പ്. അതായത് നാപ്പ് എന്ന് വെച്ചാൽ ഉറക്കം എന്നാണ് കേട്ടോ അർത്ഥം. ഇപ്പം നമ്മൾ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ ഉച്ച സമയത്ത് നമ്മൾ കുറച്ച് വീക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരം ഒന്ന് കണ്ണടയ്ക്കല്ലേ, ഒരു ഉച്ചമയക്കം എന്നൊക്കെ പറയില്ലേ, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് തുറക്കുക. അപ്പോൾ ഒരു പ്രത്യേക എനർജി ആയിരിക്കുമല്ലേ, പിന്നെ നമ്മൾ പിന്നെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്മോൾ നാപ്പ്, അതായത് ഉച്ച ഉറക്കം, ഷോർട്ട് നാപ്പ്. ഈ 40 വിങ്സ് എന്ന് വെച്ചും കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. അതായത് 40 വട്ടം കണ്ണ് ചിമ്മാനായിട്ട് നമുക്ക് അത്ര അധികം സമയമൊന്നും വേണ്ടല്ലോ, ഭയങ്കര ഷോർട്ട് ടൈം മതി അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഈ ഇഡിയം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫീൽ ബ്ലൂ. അതായത് ഫീൽ സാഡ് ആയിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഇഡിയം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജെന്നി ഓൾവേസ് ലിസൺ ടു ചിയർഫുൾ മ്യൂസിക് വെൻ ഷീ ഈസ് ഫീലിംഗ് ബ്ലൂ
ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അപ്ലിഫ്റ്റ് ഹെർ മൂഡ്. അതായത് ഇപ്പോൾ ജെന്നി ഭയങ്കര സാഡായിട്ടിരിക്കുന്ന സമയത്ത് അവളെപ്പോഴും ചിയർഫുൾ ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാറുണ്ട്. അത് അവൾ എന്ത് ചെയ്യും, അതായത് അവളുടെ മൂഡ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫീൽ ബ്ലൂ എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത് ഫീൽ സാഡ്, അതായത് സാഡ് ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ യൂസ് ചെയ്യുന്ന ഇഡിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇഡിയമാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. അതിൻ്റെ മീനിങ് എന്താണ്? ബാഡ്ലി ബ്രൂയിസ്ഡ് ഓർ ഹേർട്ട് ഫിസിക്കലി ഓർ മെൻ്റലി. ബ്രൂയിസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവേറ്റാണ് കേട്ടോ അർത്ഥം. ബാഡ്ലി ബ്രൂയിസ്ഡ് ഓർ ഹേർട്ട് ഫിസിക്കലി ഓർ മെൻ്റലി എന്ന് പറഞ്ഞാൽ മാനസികമായ ശാരീരികമായ ക്രൂരമായ മുറിവേറ്റ അവസ്ഥ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിൽ നമുക്ക് ഒരു പാട് വരില്ലേ, അതായത് ഈ ബ്ലഡൊക്കെ കല്ലച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു നീല കളറൊക്കെ വരില്ലേ, അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ഓർക്കാം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് ബാഡ്ലി ബ്രൂയിസ്ഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ആൽഫ ആൻഡ് ഒമേഗ. അതിൻ്റെ മീനിങ് എന്താണ്? ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ഒരു ബൈബിൾ വേർഡാണ്. അപ്പോൾ ബൈബിളിൽ ആൽഫ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് ബിഗിനിങ്, ഒമേഗ എന്ന് പറഞ്ഞാൽ എൻഡ്. ഓക്കെ, അപ്പോൾ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുമ്പോൾ ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. സോ ദി നെക്സ്റ്റ് ആണ് ബ്രൗണ്ട് ഓഫ്. അതിൻ്റെ മീനിങ് എന്താണ്? ആംഗ്രി, ഇറിറ്റേറ്റഡ് ഓർ അന്നോയ്ഡ്. അതായത് ദേഷ്യം, കോപം, അലോസരം എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ബ്രൗണ്ട് ഓഫ് വിത്ത് ദി ട്രാഫിക് ഡിലേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ഗതാഗത കുരുക്കിൽ ഞാൻ മടുത്തു, അങ്ങനെ പറയില്ലേ, അതൊക്കെയാണ് ഈ ബ്രൗണ്ട് ഓഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഇൻ ഹോട്ട് വാട്ടർ. അതിൻ്റെ മീനിങ് എന്താണ്? ഇൻ ട്രബിൾ, അതായത് എന്തോ ഒരു കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസത്തിലാണ് അല്ലേ. അപ്പോൾ ഹോട്ട് വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ചൂടുവെള്ളത്തിൽ പെട്ട പൂച്ചയുടെ അവസ്ഥയാണ്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് ഇപ്പം എൻ്റെ എന്നൊക്കെ പറയാറില്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പത്തിലാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിലാവുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ ഹോട്ട് വാട്ടർ എന്ന് വെച്ചാൽ ഇൻ ട്രബിൾ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫിറ്റ് ആസ് എ ഫിഡിൽ. ഫിഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ, ഒരു വയലിനൊക്കെ പോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഫിഡിൽ. സോ ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? സ്ട്രോങ് ആൻഡ് ഹെൽത്തി. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ഫിറ്റ് ആയിട്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുകയെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആസ് എ ഫിഡിൽ, അതായത് ഫിഡിൽ പോലെ ഫിറ്റായി ഇരിക്കുക എന്ന് ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫിഡിലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആൻഡ് പ്ലീസിങ് ഷേപ്പാണ് അല്ലേ. ഭയങ്കര വ്യക്തമായ ആകൃതിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ് ഫിഡിൽ. സോ ഫിഡിൽ പോലെ ഫിറ്റായിട്ടിരിക്കുകയെന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, വെരി ഹെൽത്തി, സ്ട്രോങ് ആൻഡ് വെരി ഹെൽത്തി. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈ ഗ്രാൻഡ് പാ ഈസ് 80 years old ബട്ട് ഹീ ഈസ് സ്റ്റിൽ ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ. അതായത് എൻ്റെ മുത്തച്ഛന് 80 വയസ്സായി, പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു ഫിഡിൽ പോലെ ഫിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെയാണ് ഈ ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് ഓൾ ഗ്രീക്ക് ടു മീ. അതിൻ്റെ മീനിങ് എന്താണ്? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അതായത് ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം എനിക്ക് ഗ്രീക്കാണെന്നല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതായത് നമ്മൾ ഇതെങ്ങനെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം നമുക്ക്? ഇപ്പോൾ ഗ്രീക്ക്, നമ്മളോട് ആരെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്കിതെല്ലാം ഒരു ഗ്രീക്ക് കേൾക്കുന്ന പോലെ തോന്നുന്നത്, അതായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് സ്റ്റോം ഇൻ എ ടീ കപ്പ്. അതിൻ്റെ മീനിങ് എന്താണ്? അൺഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായക്കപ്പിലെ കൊടുങ്കാറ്റ്. അപ്പോൾ മീനിങ് അൺഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്, അതായത് അപ്രധാനമായ ഒരു സംഭവം, അതായത് പ്രാധാന്യമില്ലാത്ത ഒരു സംഭവം. അതിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് ഉള്ള ഇഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചായക്കപ്പിൽ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ആവി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല അല്ലേ. ആവി നമ്മൾ ചായക്കപ്പിലെ ആവി നമ്മൾ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അതായത് അതൊരു അപ്രധാനമായ അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തെ സൂചിപ്പിക്കാനാണ് ഈ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്നുള്ള ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇഡിയമാണ് വൈൽഡ് ഗൂസ് ചേസ്. ഗൂസ് എന്ന് പറഞ്ഞാൽ
താറാവിൻ്റെ ഒക്കെ ഒരു ഇനത്തിൽ വരുന്ന ഒരു പക്ഷിയാണ് വാത്ത് എന്ന് പറയും. ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക. അതിൻ്റെ മീനിങ് എന്താണ്? ഫ്യൂട്ടൈൽ ഓർ ഫൂളിഷ് അറ്റംപ്റ്റ്. അതായത് ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ വിഫലമായ, അപ്പോൾ വിഫലമായ അല്ലെങ്കിൽ വിഡ്ഢിത്തപരമായ ഒരു ശ്രമം. അപ്പോൾ ഈ കാട്ടു താറാവിനൊക്കെ ഓടിച്ചിട്ട് പിടിക്കുക അല്ലെങ്കിൽ കാട്ടുവാത്തിനൊക്കെ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല അല്ലേ. അപ്പോൾ അതൊരു വിഡ്ഢിത്തപരമായ അല്ലെങ്കിൽ വിഫലമായ ഒരു ശ്രമമാണ് അല്ലേ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓൺ ക്ലൗഡ് 9. അതിൻ്റെ മീനിങ് എന്താണ്? വെരി ഹാപ്പി അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹാപ്പി, അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെയാണ് ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ, ഷി വാസ് ഓൺ ക്ലൗഡ് 9 ആഫ്റ്റർ വിന്നിങ് ദി ലോട്ടറി. ലോട്ടറി അടിച്ച ശേഷം അവൾ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നീ ഇന്ന് ഫുൾ മൂഡിലാണല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. വെരി ഹാപ്പി അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹാപ്പി സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ ഇഡിയം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സ്പിൽ ദി ബീൻസ്. അതിൻ്റെ മീനിങ് ആണ് റിവീൽ എ സീക്രട്ട്, അതായത് രഹസ്യം വെളിപ്പെടുത്തുക. ഇപ്പോൾ ബീൻസ് എന്ന് പറയുമ്പോൾ പയറാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ പയറിൻ്റെ തൊലി പൊളിച്ചിട്ടല്ലേ നമ്മൾ പയർ മണി എടുക്കുന്നത്. അതുപോലെ തന്നെ റിവീൽ എ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് വെളിപ്പെടുത്തുക, അതായത് രഹസ്യം വെളിപ്പെടുത്തുക. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് മദർ വിറ്റ്, അതായത് അമ്മയുടെ വിറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? കോമൺ സെൻസ് ഓർ നാച്ചുറൽ ഇൻ്റലിജൻസ്, സാമാന്യബോധം അല്ലേ. അപ്പോൾ വിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമറസ് ആയിട്ട് അല്ലെങ്കിൽ തമാശ രൂപേണ ഒരു കാര്യം പറയുന്നതിനെയാണ് നമ്മൾ വിറ്റ് എന്ന് പറയുക, അല്ലെ വിറ്റടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ വിറ്റ്, മദർ വിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സാമാന്യ ബോധത്തോടു കൂടിയായിരിക്കും അല്ലേ അമ്മമാർ തമാശ പറയുക. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. മദർ വിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യബോധം, കോമൺ സെൻസ്. ഓക്കെ, കാരണം അമ്മമാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, കാരണം അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അമ്മമാരൊരു വിറ്റടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു നാച്ചുറൽ കോമൺ സെൻസ് ആയിരിക്കും, നാച്ചുറൽ കോമൺ സെൻസോട് കൂടിയായിരിക്കും അവരൊരു കാര്യം പറയുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ. അതിൻ്റെ മീനിങ് എന്താണ്? ലൂസ് കൺട്രോൾ, കൺട്രോൾ നഷ്ടപ്പെടുക. ഹാൻഡിൽ എന്ന് വെച്ചാൽ പിടി. അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ പറയാറുണ്ടല്ലേ, എൻ്റെ പിടി വിട്ട് പോയി, അങ്ങനെ പറയാറുണ്ടല്ലേ. അത് നമ്മൾ എപ്പോഴായിരിക്കും പറയാം? അതായത് എൻ്റെ കൺട്രോൾ പോകുമ്പോൾ, നമ്മുടെ കൺട്രോൾ പോകുമ്പോഴായിരിക്കും നമ്മൾ പറയുക എൻ്റെ പിടി വിട്ട് പോയി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിഷ് ഔട്ട് ഓഫ് ദി വാട്ടർ. മീനിങ് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. അതായത് ഫിഷ് ഔട്ട് ഓഫ് ദി വാട്ടർ, അതായത് മീൻ പുറത്ത് പോവുക അല്ലെങ്കിൽ മീനിനെടുത്ത് പുറത്തേക്ക് ഇടുക വെള്ളത്തിൽ നിന്ന്. അതായത് മീനിനെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിടുമ്പോൾ മീനിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് ജീവന് വേണ്ടി പെടായി അല്ലേ. അപ്പോൾ വെള്ളത്തിന് പുറത്ത് അതിന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഫിഷ് ഔട്ട് ഓഫ് ദി വാട്ടർ എന്ന് പറയുന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ആൻഡ് ലാസ്റ്റ് വൺ, എ ഡൗട്ടിങ് തോമസ്. അതിൻ്റെ മീനിങ് എന്താണ്? വൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്. ഇത് ഡൗട്ട് എന്ന് വെച്ചാൽ സംശയം. തോമസ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നത്? അതായത് എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യം വിശ്വസിക്കാത്ത ഒരാൾ, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ്സിൽ, അതായത് നിങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ തെളിവ് കാണിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയും അവനൊരു ഡൗട്ടിങ് തോമസ് ആണ്. അപ്പോൾ അതാണ് ഈ ഇഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ PSC എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ള ഷുവർ ഷോർട്ടായ ഇഡിയംസിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇഡിയംസ് പഠിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് മാത്രം, വേർഡിൻ്റെ മീനിങ് മാത്രം എടുത്ത് പഠിക്കരുത്, ആശയം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതിന് കാരണം ഞാൻ ഒരു ഇഡിയം ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, റെഡ് ലെറ്റർ ഡേ. അതിൽ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു: ഹാപ്പി ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ. അപ്പോൾ അതിൻ്റെ വേർഡ് മാത്രം, വേർഡിൻ്റെ കറക്റ്റ് മീനിങ് മാത്രം പഠിച്ചാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിൻ്റെ ആശയം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ വന്നാലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ PSC ചിലപ്പോൾ ഇഡിയം തന്നിട്ട് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ടായിരിക്കും ചോദിക്കുക. അതല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് ഈ ഒരു സന്ദർഭത്തിൽ ഏത് ഇഡിയം ഉപയോഗിക്കാം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആശയം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഡിയം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും
കറക്റ്റായിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഇഡിയംസ് ഉണ്ട്. അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.